ഈ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്റെ പുതിയ നെയിൽ പോളിഷാന്ന് ഞാൻ ഒഴിച്ച് വേറെ ആരും പറയത്തില്ല. പുതിയ നെയിൽ പോളിഷും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആവേശത്തിലിട്ട് നോക്കിയിട്ട് അടപ്പടയ്ക്കാൻ മറന്നുപോയാതെ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ നെയിൽ പോളിഷ് പോയത് പോട്ടെ, പക്ഷെ ഇത് തറയിലോട്ടാണ് വീണത്. അത് വീണത് അപ്പൊ തന്നെ കാണുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. തറയിൽ മൊത്തം സ്പില്ലായി. അത് അവിടെ കുറെ നേരം കിടന്ന് കട്ട പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത്. നെയിൽ പോളിഷ് തറയിൽ വീണാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. തേച്ചാലും ഒരച്ചാലും ഒന്നും പോകത്തില്ല. ഇനിയിപ്പോ ഒരു ബോട്ടിൽ ഫുൾ റിമൂവർ മേടിച്ച് വെച്ചിട്ട് വേണം ഒന്ന് തുടച്ച് മാറ്റാനായിട്ട്. അങ്ങനെയെങ്കിലും പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ. പോയില്ലെങ്കിൽ എന്റെ കാര്യത്തിലേക്ക് ഏകദേശം ഒരു തീരുമാനമാകും. എന്താണേലും ഇപ്പൊ നെയിൽ പോളിഷ് കൊണ്ട് ഇനിയിപ്പോ യൂസ് ഒന്നും ഇല്ലല്ലോ. കാശ് മുടക്കി നെയിൽ പോളിഷ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തപ്പോഴേക്കും ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് വിഷമത്തിലാണ് തുടങ്ങിയെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കുപ്പിനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇത്രയും സിമ്പിളും ക്യൂട്ടും ആയിട്ട് ഇത് വന്ന സ്ഥിതിക്ക് എന്റെ കയ്യിൽ കുറച്ചധികം ബോട്ടിൽസ് ഇരിപ്പുണ്ട്. ഇനി അതിലെല്ലാം ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കാണ്ട് ചെയ്യണേ.